പുതിയ സംവിധാനങ്ങളിൽ എന്തൊക്കെയാണ് ടീച്ചർ എടുത്തു പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഡിജിറ്റൽ സാക്ഷരത അതൊരു വിടവുണ്ട്. ഇപ്പോഴും നമുക്ക് ഡിജിറ്റൽ അറിവുകൾ ഇല്ലാത്ത കുറച്ച് ആളുകളെങ്കിലും നമുക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾ അധ്യാപനത്തിന് അത്തരം ഒരു മാധ്യമമൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലായത്. എന്നാൽ നമുക്കറിയാമല്ലോ, ഈ എല്ലാ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങളും 999 സർക്കാർ ആനുകൂല്യങ്ങൾ ഈ സേവനങ്ങളായി മാറി. എന്നാൽ അത് അറിയാത്ത വളരെ ചെറിയ, നേരത്തെ പറഞ്ഞ നിരക്ഷരത മാതിരി ഒരു ചെറിയ വിഭാഗത്തിന് അത് എത്തിക്കിട്ടുന്നില്ല. അപ്പോൾ അത് എത്തുക, എല്ലാ സർക്കാർ സേവനങ്ങൾക്കും എല്ലാവർക്കും എത്തുക എന്നത് ഒന്നാമത്തെ ലക്ഷ്യം. 2, ഈ ഡിജിറ്റൽ വിടവ് ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അറിവില്ലായ്മയും ഒരു തടസ്സമാണ്, വളർച്ചയ്ക്കുള്ള തടസ്സമാണ്. അങ്ങനെ ആ തടസ്സം കൂടി ഒഴിവാക്കാനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി 23-24 ഞങ്ങൾ ഈ മുറ്റം എന്ന പേരിൽ വീട്ടുമുറ്റത്തേക്ക് ഞങ്ങൾ അറിവുമായി എത്തുന്നു എന്ന നിലയിൽ ആരംഭിച്ചു. പിന്നീട് നമുക്ക് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ഡിജി കേരളം എന്ന വിപുലമായൊരു സ്വപ്ന പദ്ധതിയാണത്. പഴയ സാക്ഷരതാ പ്രഖ്യാപനം പോലെ ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമ്പോൾ ആ പ്രവർത്തനങ്ങളുമായിട്ടും സാക്ഷരതാ മിഷൻ്റെ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതൊരു വലിയ കേരളത്തിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും. തീർച്ചയായിട്ടും അതൊരു നമ്മുടെ ഒരു വികസനത്തിൻ്റെ, നമ്മുടെ മുന്നോട്ട് പോക്കിൻ്റെ ഒരു വലിയ തീർച്ചയായും അങ്ങനെ ആവും എന്ന് തന്നെ ഞങ്ങൾ കാണുന്നു. പിന്നെ റെയിൽ സംവിധാനം ഉപയോഗിച്ച് ഇപ്പം 600ഓളം ആളുകൾ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് എന്നുള്ളത് ടീച്ചർ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതും നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ തന്നെ നമ്മുടെ കാഴ്ച പരിമിതരായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിരവധിയായ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇപ്പോഴും തീർത്തും നിരക്ഷരരായ കാഴ്ച പരിമിതിയുള്ള നമ്മുടെ സഹോദരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഈ 14 ജില്ലയിലും വിപുലമായൊരു സർവേ, അതും പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ, പ്രാദേശിക ഭരണകൂടങ്ങളുടെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി നടത്തിയ സർവേ, കഴിഞ്ഞ വർഷം നടത്തിയ സർവേയിൽ അത് ആശാവർക്കർമാർ സഹായിച്ചു, കുടുംബശ്രീ പ്രവർത്തകർ സഹായിച്ചു ഞങ്ങളെ. അങ്ങനെ ധാരാളമായ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരടക്കം, പ്രേരകന്മാർ, വിദ്യാർത്ഥികളൊക്കെ തന്നെ സഹായിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ സർവേയിലാണ് നമുക്ക് 2600 ആളെ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 800 ആളുകൾക്ക്, 800 പഠിതാക്കളെ നമ്മൾ ആദ്യഘട്ടത്തിൽ പഠനത്തിനായിട്ട് കണ്ടെത്തി കഴിഞ്ഞു. ഈ ഒക്ടോബറിൽ നമ്മളതിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിക്കും. അതിനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ആദ്യഘട്ടത്തിലെ സർവേ പൂർത്തിയായി, അധ്യാപക തെരഞ്ഞെടുപ്പ് നടത്തി. ഈ അധ്യാപകരുടെ പ്രത്യേകത, കാഴ്ച പരിമിതരായവർ തന്നെയാണ് അധ്യാപകർ. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അവരാണ് അതിൻ്റെ കണ്ടൻറ് ക്രിയേഷനിൽ ഒക്കെ സഹായിച്ചത്. ആ കണ്ടൻറ്റും കരിക്കുലവും SCERT ഇപ്പോൾ അംഗീകരിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ SCERTയുടെ ഒരു വലിയ പിന്തുണ ഞങ്ങൾക്ക് കാര്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കരിക്കുലം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബ്രെയിലി സാക്ഷരത മാത്രമല്ല, ഞങ്ങൾ ദീപ്തി എന്ന പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് അവർക്ക് ഈ നമ്മൾ കാണുന്ന പ്രത്യക്ഷ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് അകക്കാഴ്ചയിലേക്ക് അവർ നയിക്കുന്നു എന്നത് മാത്രമല്ല, നൈപുണ്യ വികസനത്തിനായിട്ട് നമ്മൾ അസാപ്പിനെ സമീപിച്ചിട്ടുണ്ട്. അസാപ്പിൻ്റെ തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി കൊടുത്തുകൊണ്ടാണ് ഈ 800 പേരെ നമ്മൾ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. 1ാം ഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. അധ്യാപകരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, അധ്യാപക പരിശീലനം കഴിഞ്ഞു. കേരളത്തിലെ 3 സെൻറ്ററുകളിലായിട്ട് അധ്യാപക പരിശീലനം കഴിഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവരുടെ ക്ലാസ്സുകളിലേക്ക് പോവുകയും, അത് ഓൺലൈൻ സംവിധാനമാണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ ഡിജിറ്റൽ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം നമ്മളെക്കാളേറെ ഒരുപക്ഷെ പ്രത്യക്ഷ കാഴ്ചയുള്ള നമ്മളെക്കാളും ഭംഗിയായിട്ട് ഈ ഡിജിറ്റൽ സാധ്യത അവർ നന്നായി പ്രയോജനപ്പെടുത്തുന്നതായിട്ടാണ് അധ്യാപക പരിശീലനത്തിലടക്കം ഞങ്ങൾക്ക് ബോധ്യമായത്. അപ്പോൾ ആ സൗകര്യം കൊണ്ട് അവർക്കൊരു ജീവിതത്തിൻ്റെ ഒരു സാധ്യത കൂടി, ഒരു തൊഴിൽ സാധ്യത, വരുമാന സാധ്യത, അതും കൂടിയാണല്ലോ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം. അറിവും വേണം, അറിവിനനുസരിച്ച് ജീവിക്കാനുള്ള ജീവിത സാധ്യത കൂടി തുറന്നിടുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന എല്ലാ ഞങ്ങളുടെ സാമൂഹ്യ സാക്ഷരതാ പദ്ധതികളിലും. ഞങ്ങൾ ഈ നൈപുണ്യം എന്നുള്ളത്, ഒരു തൊഴിൽ ശേഷി എന്നുള്ളതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നു.